ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ ഇന്ന് മുതൽ കാലം വീണ്ടും സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ ഇതിന് പോയി വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഒരാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നമുക്ക് തന്നല്ലോ. എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച കാലം ദൈവം ചെയ്യും. നന്ദിയുള്ളവരായിരിക്കണം, ഓർത്തെടുക്കുന്നവരായിരിക്കണം. സംഗീതകാരൻ പറയുന്ന പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ, എൻ്റെ ഏറ്റവും ഉള്ളത്തിൻ്റെ ആഴങ്ങളെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. യഹോവ ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുതെന്നുകൊണ്ട് നിർത്തിയില്ല, ഒന്നുപോലും മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അങ്ങോട്ട് അനുഗ്രഹങ്ങളുടെ കലവറകളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുന്നത്. സങ്കീർത്തനം അതല്ലല്ലോ. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്യുന്ന നന്മകളെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഓർമ്മയില്ലാത്തവന് നന്ദി ഉണ്ടാകും. ആളുകൾ നമ്മളോട് പറയത്തില്ലേ, അവനൊക്കെ ഞാൻ ചെയ്തതൊന്ന് ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെ എന്നോട് ഇടപെടത്തില്ലായിരുന്നു. അത് സത്യമാണ്. ഓർക്കണം. ദൈവം നമ്മളോട് ചെയ്തത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ഓർത്തെടുക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാകണം. ഞാനിന്ന് പാടിയപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്യായിരുന്നു. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ എന്ന് നമ്മൾ പാടി. ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. നിങ്ങൾ ഈ ഒരു പാസ്റ്റർ ഇങ്ങനെ ബ്ലാങ്ക് ആയി പോകുമെന്ന് ചിന്തിക്കരുത്. ദൈവം ചെയ്ത എന്ത് വലിയ കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. നമ്മൾ പാടിപ്പോകുന്നവരായിട്ടല്ല പ്രിയമുള്ളവരെ. ദൈവം എന്തൊക്കെ വൻ കാര്യങ്ങളെ ചെയ്തു. ദൈവം ചെയ്തതെല്ലാം വൻ കാര്യങ്ങളല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് വൻ കാര്യമല്ലേ. സ്തോത്രം. ഇന്നുവരെയും ദൈവത്തിന് അത് വൻ കാര്യമല്ലായിരിക്കും കേട്ടോ, പക്ഷെ നമുക്കത് വൻ കാര്യമാണ്. കാരണം ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ട് സകലവും സൃഷ്ടിച്ചവന്, വാക്കുകൊണ്ട് ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചവന്, സ്തോത്രം, ഇതൊരു വൻ കാര്യമാണോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, അതിന് ഉത്തരം പറയാൻ ഞാനാവല്ല. കാരണം ദൈവത്തിന് വൻ കാര്യം ദൈവത്തിന്റെ, ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന്. ചില കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്, അത് ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത് മറഞ്ഞിരിക്കുന്ന, ഇങ്ങനെയാണ് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ള, അങ്ങനെയാണ് വാക്യം. നമ്മൾ ഈ മറഞ്ഞിരിക്കുന്നതിനകത്തൊക്കെ കയറി വല്ലാതെ ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഇന്ന് പകൽ കാലം ദൈവങ്ങളിൽ നമ്മൾ ഇതിനെ സമർപ്പിക്കാം. നന്ദിയുള്ളവരായിരിക്കാം, ഓർത്തെടുക്കുന്നവരായിരിക്കാം, സ്വന്തം ദൈവം ചെയ്ത നന്മകളെ ഓർമ്മിക്കുന്നവരായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് ഓടി ചിന്തകളെ കൊണ്ടുവരിക. 102-ാമത്തെ സങ്കീർത്തനം. തലക്കെട്ടിൽ വളരെ വ്യക്തമായി നമ്മൾ സങ്കീർത്തനത്തിന്റെ ആ പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അരിഷ്ടന്റെ പ്രാർത്ഥന. എന്നിട്ട് എഴുതുകയാ, അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുൻപാകെ തന്റെ സങ്കടങ്ങളെ പകരുമ്പോൾ കഴിച്ചു. അരിഷ്ടന്റെ പ്രാർത്ഥന. അരിഷ്ടം എന്നുള്ള പദം എത്ര പേർക്കറിയാം? എന്ത് ചെയ്യാൻ അരിഷ്ടൻ? ആർക്കെങ്കിലും അറിയാമോ? അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് നല്ലൊരു പദമുണ്ട്, അഫ്ലിക്റ്റഡ്. അതിന് തത്തുല്യമായ ഒരു പദം മലയാളത്തിലുണ്ടോ ചോദിച്ചാൽ അരിഷ്ടൻ എന്നുള്ള പദമാണ്. പക്ഷെ അത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പലർക്കും അത്രമാത്രം അറിയാത്തൊരു പദമാണ്. കഷ്ടത കൊണ്ട് ബാധിതനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്ന ഒരു സാധാരണ മലയാളത്തിൽ അത് ഒന്ന് തർജ്ജമ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഷ്ടത കൊണ്ട് തകർന്ന്, അവൻ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ക്ഷീണിച്ച് സങ്കടം വന്നിരിക്കുന്നവന്റെ പ്രാർത്ഥന. ഞാൻ ഒരു കാര്യം ഓർത്ത് സങ്കീർത്തനക്കാരനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ മധ്യത്തിൽ, അവൻ ജീവിതത്തിന്റെ ക്ഷീണങ്ങളുടെ മധ്യത്തിൽ, അവൻ ജീവിതത്തിന്റെ തകർച്ചകളുടെ മധ്യത്തിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ തന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. അത് നമുക്ക് നല്ലൊരു ഉദാഹരണമായി പകൽക്കാലം. പ്രിയ ദൈവജനമേ, ജീവിതത്തിന്റെ നീറുന്ന വേളകളിൽ സ്തോത്രം, നമ്മുടെ കഷ്ടതകളുടെ നാം സഹിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഭാരങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? നാം നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് പറയുവാനായിട്ടിടയായി ചെയ്യണം. ഇവിടെ പറയുന്നത് എന്നാ, പകരുക എന്നാ. ഈ പകരുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ആ വേർഡിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ആ വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. പറയുക എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഫീലാണ്. പക്ഷേ പകരുക എന്ന് പറയുമ്പം അതിനകത്തൊരു ലിക്വിഡ് ഫീലാണ്.
മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിന്റെ പുറകിലൊരു ഫീലുണ്ട് എഴുത്തിന്. എന്ന് പറഞ്ഞാല് വെള്ളം പോലെ പകരുന്ന അനുഭവം, സ്തോത്രം, കണ്ണുനീരോടെ പകരുന്ന അനുഭവം, നിർത്താൻ കഴിയാത്ത പോലെ, സ്തോത്രം, ഏങ്ങിപ്പൊട്ടി വിങ്ങിപ്പൊട്ടി ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുമെന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് 102-ാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് വെള്ളം പോലെ പകരുവാൻ, കണ്ണുനീരോടെ പകരുവാൻ, സ്തോത്രം, വേദനയോടെ അതിനെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം അതിനെ പകരുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും അതിന്റെ മധ്യത്തിൽ നമുക്കൊരു വിടുതലുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി, എന്റെ ഉള്ളിൽ ബലം നൽകി, നീ എന്നെ ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം അരുളും, നമ്മുടെ ഉള്ളിൽ ബലം തരും, നമ്മളെ ധൈര്യപ്പെടുത്തും. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മുടെ ധൈര്യം കെടുത്തി കളയുന്ന, നമ്മളെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് എന്ത് ശീലം ഉണ്ടായിരിക്കണം? നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ വേദനകൾ ദൈവസന്നിധിയിൽ പകരാം. മനുഷ്യരോട് നമ്മൾ പകരാറില്ല, പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ ദൈവത്തോട് പകരാൻ നമുക്ക് മടിയാണ്. വാതോരാതെ നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ കണ്ണുനീരോടെ സംസാരിക്കും, ചിലപ്പോൾ ഹൃദയത്തിന്റെ വേദനയെല്ലാം ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഏതാണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. പക്ഷെ വ്യർത്ഥ മനുഷ്യൻ അവനെന്ത് കഴിയും? ആ എഫേർട്ട് നമ്മൾ നമ്മുടെ കർത്താവിന്റെ സന്നിധി കൊണ്ടുപോയാലുണ്ടല്ലോ, ഹി കൻ ഡു മൈറ്റി തിങ്സ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ട് മനുഷ്യരോട് പുലമ്പുന്നത് നിർത്തിയിട്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വിഷയങ്ങളെ പറ. ദൈവം പ്രശ്നങ്ങൾക്ക് അതിന് വ്യത്യാസം കൊണ്ടുവരും. അത് നല്ലൊരു ഉദാഹരണമായി സങ്കീർത്തനക്കാരൻ. ആരെ എഴുതിയെന്ന് വ്യക്തമല്ല, പക്ഷേ ഒരു ഏകദേശ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എക്സൈൽ പ്രവാസകാലത്ത് ദേശത്തിന്റെ തകർന്നു കിടക്കുന്ന അനുഭവം കണ്ട ഏതോ ഒരു ഭക്തൻ തന്റെ ദേശത്തെക്കുറിച്ചും തങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാകാനാണ് സാധ്യത. അത് ദാനിയേലായിരിക്കാം, അത് യിരെമ്യാവായിരിക്കാം, അത് നെഹമ്യാവായിരിക്കാം. പ്രവാസകാലത്ത് ദേശത്തെക്കുറിച്ച് ഭാരമുള്ള, തങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ഭാരമുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രവാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞു പോകാനുണ്ട്, മണിക്കൂറുകൾ പ്രസംഗിക്കാൻ കഴിയും. സ്തോത്രം. അവരായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് നിങ്ങൾ ആലോചിക്കണം. They are amidst the mocking people. ഇതുവരെ ഈ ചുറ്റുമുള്ള ആളുകളെല്ലാം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് ചുറ്റും ഒരു ഭീതി പരന്നിരുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചുറ്റുമുള്ള ജാതികൾക്ക് നല്ല നിശ്ചയമായിരുന്നു. പക്ഷേ ഇസ്രായേൽ തെറ്റിയത്, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യം പോയ നിമിഷങ്ങളിൽ, സ്തോത്രം, അവരുടെ മടങ്ങി വരവിനായി ദൈവം അവരുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒരു പ്രവാസകാലം. അവരുടെ മുമ്പില് ശത്രു ചോദിക്കുകയാണ്, ഇത്ര കാലം ഉണ്ടായിരുന്ന ദൈവം എന്തിയെ? ആ ദൈവത്തിന്റെ പാട്ട് നിങ്ങളൊന്ന് പാടിക്കേ. അവിടെ പറയുകയാണ്, ഇതുപോലെ ഞങ്ങളെ കളിയാക്കുന്ന, ഇതുപോലെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഇതുപോലെ ഞങ്ങളെ തകർത്ത് കളയുന്ന, സ്തോത്രം, ഈ അന്യജാതിയുടെ മുമ്പിൽ അവരുടെ പരിഹാസത്തിനും അവരുടെ കൂത്തിനുമായി ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന്റെ പാട്ട് പാടുന്നത് എങ്ങനെയാണ്? സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? അത്രമാത്രം ആ ഒരു മഹാവേദനയിൽ കഴിയുന്ന ഒരനുഭവം പ്രവാസകാലം. അവരുടെ പ്രതീക്ഷകൾക്ക് തകർച്ച സംഭവിച്ചത്, അവർ വിചാരിച്ചു ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരത്തില്ലെന്ന്. അവരുടെ പ്രതീക്ഷകൾക്ക് തകർച്ച സംഭവിച്ചു, അവരുടെ ആഗ്രഹങ്ങൾക്ക് തകർച്ച സംഭവിച്ചു. സ്തോത്രം. ഇപ്പോഴിതാ ഞങ്ങൾ ശത്രുവിന്റെ നിന്ദയായി നിൽക്കുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണം. ഏകദേശം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഈ ഒരു പ്രാർത്ഥനയും താൻ അനുഭവിക്കുന്ന വേദനകളും തന്റെ ദേശം കടന്നു പോകുന്ന ശൂന്യതകളെയും നമുക്ക് വളരെ ശക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതല്ല ഇന്നത്തെ എന്റെ പ്രതിമ അല്ലെങ്കിൽ പ്രസംഗ വിഷയം എന്ന് പറയുന്നത്. സ്തോത്രം. കഷ്ടതകൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, എത്ര നിരാശപ്പെടുത്തുന്നതുമായിക്കൊള്ളട്ടെ, എത്ര തകർക്കുന്നതുമായിക്കൊള്ളട്ടെ, എത്രമാത്രം നമ്മുടെ പ്രതീക്ഷകളെയും പ്രത്യാശയെയും സ്തോത്രം നിർവീര്യമാക്കുന്നതായിക്കൊള്ളട്ടെ, എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു ഭക്തി
കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുക, നീയോ യഹോവേ, ഹല്ലേലൂയ. ഓ സ്തോത്രം. ഞാൻ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. ഞങ്ങളുടെ ദേശത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ ശക്തി. ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതിന്റെ പരമാവധി എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. എന്നാൽ നീയോ യഹോവേ, ഹല്ലേലൂയ. പരിമിതികളില്ലാത്ത, അതിർ വരമ്പുകളില്ലാത്ത, ഇത്ര മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ലിമിറ്റേഷൻസ് ഇല്ലാത്ത, സകലത്തിന്റെയും മുകളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ തന്റെ പ്രാർത്ഥനയിൽ സങ്കീർത്തനക്കാരൻ കാണുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഇങ്ങനെ ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ പ്രാർത്ഥനയ്ക്ക് ശരിയായ മറുപടി കിട്ടാത്ത, ദൈവം ഇല്ലെന്ന് ഹൃദയം കൊണ്ട് പറയുന്ന അനുഭവങ്ങളിലേക്കാണോ എൻ്റെ നിങ്ങളുടെ ജീവിതം? ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന, ഞാൻ കൂടെയുണ്ടെന്ന് നമ്മളോട് പറയുന്ന, സ്തോത്രം, നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ആമേൻ നമ്മെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട് ആമേൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നാം ഇന്ന് സംസാരിക്കുന്ന ദൈവം. അവനെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. അവൻ അന്നുള്ളതുപോലെ ഇന്നുള്ളതുപോലെ തന്നെ നാളെയും അവൻ എന്നും എന്നേക്കും ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്, നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാം 14-ാമത്തെ വാക്യം, നീയോ യഹോവേ എന്നേക്കും ഉള്ളവൻ. ഹല്ലേലൂയ. നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. ഞാൻ മാറിപ്പോയേക്കാം, എനിക്കറിയത്തില്ല, ഞാൻ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെന്റെ നാട്ടിൽ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ നാടിന് ഉദ്ധാരണം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനൊരു വിടുതൽ ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ നീ ആരാ? നീ എന്നേക്കും. അതുകൊണ്ടായിരിക്കണം നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പരിമിതികളെ കണ്ടാൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പലപ്പോഴും കാണുന്നേ. സ്വന്തം എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഞാൻ ഇത്ര മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ മധ്യത്തിൽ അതിലും വലുതായി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തെ കാണുവാനായിട്ട് കഴിയട്ടെ. അടുത്ത് പറയുക, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതേ അതിന് സമയം വന്നിരിക്കുന്നു. കാലങ്ങളായി നാളുകളായി പ്രാർത്ഥിക്കുക. ഒരു സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ ഇതാ അതിനുള്ള സമയം വന്നിരിക്കുന്നു. പ്രിയ ദൈവം, നിങ്ങളെ ചില നാളുകളായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി ഇതാ വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു മറുപടി, ആ ഒരു ഉത്തരം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ചില നാളുകളായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇതാ ഒരവധി വരിക, അതിനുള്ള സമയം വന്നിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില നാളുകളായിട്ടുള്ള കഷ്ടതയ്ക്ക് ഇവിടെ ഒരു ശമനം വരിക. വിശ്വാസത്തോടെ പറയുക. ശമനം വന്നിട്ടാണ് പറയുന്നത്, ശമനം വന്നതിന് ശേഷമാണ് പറയുന്നത്, ഇസ്രായേലിൽ ചെന്നിട്ടാണ് പറയുന്നത്, അല്ല പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. ഒരു ദൈവ പൈതലിന് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്ന് അറിയാമോ? വിശ്വാസം ഉണ്ടാകണം. ദൈവമുണ്ട് എന്ന് അങ്ങനെയല്ലേ പറയുന്നേ? പ്രാർത്ഥിക്കുമ്പോ തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നവനുണ്ടെന്നും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നും അവൻ അതിന് തക്കതായ മറുപടി തരുമെന്നും എനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. സ്തോത്രം. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന, അങ്ങനെയല്ലേ പറയുന്നത്? നീതിമാന്റെ നീതി കൊണ്ടുള്ള പ്രാർത്ഥന എന്നാണോ പറഞ്ഞത്? കണ്ണുനീരോട് കൂടെയുള്ള പ്രാർത്ഥന എന്നാണോ പറഞ്ഞത്? വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന. രോഗിക്ക് സൗഖ്യം ഉണ്ടാകുമായിരിക്കും എന്നാണോ പറയുന്നത്? ആണോ പറയുന്നത്? അവൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്റെ ദൈവം അതിന് ശക്തനാണ്.
എന്റെ ദൈവം അതിന് വിടുവിക്കും. അവൻ നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ, അവൻ നമ്മുടെ വേദനകളെ, അവൻ നമ്മുടെ ഭാരങ്ങളെ കാൽവരി ക്രൂശിൽ ചുമന്നുവെന്ന് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നെങ്കിൽ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ, അത് വിശ്വസിക്കാതെയുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വിശ്വാസമുള്ള പ്രാർത്ഥനയാണ്. സങ്കീർത്തനക്കാരൻ 11 വാക്യങ്ങളിൽ കരയുമ്പോഴും അവനുള്ള ഒരു ഉറപ്പുണ്ട്, എന്റെ ദൈവം നിലനിൽപ്പുള്ള ദൈവമാണ്, എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായും പ്രവർത്തിക്കും. ദൈവം നിശ്ചയമായും തന്റെ കരം നീട്ടും. ദൈവം നിശ്ചയമായും അതിൽ തന്നെ വിടുവിക്കും എന്നുള്ള ധൈര്യം എന്നെ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പകൽക്കാലം. അടുത്ത് പറയുകയാണ് 14-ാമത്തെ വാക്യം. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോടും അവളുടെ പൂഴിയോടും ദയ തോന്നും. നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാ ഇസ്രായേൽ, സ്തോത്രം, ആ ദേശം നാമാവശേഷമായി കിടക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം. ഇന്നത്തെ യുദ്ധഭൂമിയെ കുറിച്ചുള്ള ഒത്തിരി ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും. കെട്ടിടങ്ങളെല്ലാം തകർന്ന് മണ്ണായി, മൺകൂമ്പാരങ്ങളായി, കൽക്കൂമ്പാരങ്ങളായി. അന്ന് കല്ലുകൊണ്ട് പണിതെങ്കിൽ സ്തോത്രം, ഇന്ന് ഹോളോ ബ്രിക്സും അല്ലെങ്കിൽ ഇന്നത്തെ സിമെന്റ് കട്ടകൾ എന്തുകൊണ്ടാണോ ആ കെട്ടിടം പണിതിരിക്കുന്നത്, അതെല്ലാം കൂമ്പാരമായി കിടക്കുകയാണ്. അതിന്റെ ചുറ്റും ആ ഓരോ കെട്ടിടം വീഴുമ്പോഴും ഇങ്ങനെ മേലോട്ട് ഉയരുന്ന പൂഴി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പൊടിയുടെ സ്തോത്രം ദൃശ്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടില്ലേ? സ്തോത്രം. അവയോട് അലിവ് തോന്നിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ തകർച്ചകൾ, നിന്റെ നീ തകർന്നു കിടക്കുന്ന അനുഭവം ഇതുവരെ ഒരുപക്ഷെ ആരും കണ്ടില്ലായിരിക്കും. സ്തോത്രം. നീ പൂഴിയായി പോയത് ആരും കണ്ടില്ലായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് അവന്റെ കണ്ണിന് മറവായിരിക്കുന്നതല്ല. ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ തന്റെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ, സ്തോത്രം, ഈ പൂഴിയിൽ നിന്ന് ഹല്ലേലൂയ ആ ദേശത്തെ പണിതെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിനെ ദൈവം ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ പകരണമോ അവിടെ എല്ലാം പകരുവാനായിട്ടിടയായിട്ടില്ല. നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നത് പോലെ, സ്തോത്രം, രാജാക്കന്മാർക്ക് അവരോട് ദയവ് തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, ദൈവം വിവിധങ്ങളായിരിക്കുന്ന പലരായിരിക്കുന്ന സ്തോത്രം ജാതീയ രാജാക്കന്മാരെ കൊണ്ട് സ്തോത്രം ദൈവം ഇസ്രായേലിനെ പണിതെടുക്കുന്നതിൽ സ്തോത്രം വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. നെഹമ്യാവിനെ പോലെയുള്ളവർ സ്തോത്രം കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ രാജാവ് വിളിച്ചു ചോദിക്കുക, നെഹമ്യാവേ, നിന്റെ മുഖം പാടിയിരിക്കുന്നതുണ്ട്. രാജാവിനോട് പറയുക, രാജാവേ, ഇന്നതാ കാര്യം. സ്തോത്രം. ഞാൻ വേഗത്തിൽ വിവരിച്ചു പോകുന്നത് അതാ അവന്റെ ഹൃദയം നെഹമ്യാവിന് നേരെ ചായുകയാണ്. അവന്റെ മുഖം ഹല്ലേലൂയ നെഹമ്യാവിന് നേരെ മനസ്സലിവുള്ളതായി തീരുകയാണ്. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ തകർച്ചകളുടെ മധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ പകരുമ്പോൾ, ദൈവം ചിലരെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയായിത്തീരും. എത്ര പേരെന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എനിക്ക് വേണ്ടി ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഉപവസിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിലെ വിഷയങ്ങളെ പകരുമ്പോൾ, എനിക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ പണിതെടുക്കും. എന്റെ തകർന്നു കിടക്കുന്ന കല്ലുകളോട് അവർക്ക് മനസ്സലിവ് തോന്നുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, അടുത്ത വാക്യം, യഹോവ സിയോനെ പണിയും. അതിന്റെ മുമ്പത്തെ ഒരു വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. സ്തോത്രം. ആരെഴുന്നേറ്റാലും ഒരു കാര്യം നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ഓർമ്മിച്ചോണം, നമ്മുടെ ഹൃദയം എഴുന്നേറ്റ് വന്നവന്റെ പുറകെ അങ്ങ് പോകരുത്. അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവന്റെ ഹൃദയ പുറകെ അങ്ങ് പോയാൽ പിന്നെ നമ്മൾ അവരുടെ ഇഷ്ടം ചെയ്യാനേ നേരമുണ്ടാകും. നമ്മുടെ ഹൃദയം എപ്പോഴും ഉറപ്പിച്ചിരിക്കണം. എവിടെയാ? പണിയുന്നത് കർത്താവാ. നന്ദിയുള്ളവരായിരിക്കണം. നന്ദികേടിന്റെ വാക്കുകളല്ല ഞാൻ പറയുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. വന്ന വഴികളെ ഓർക്കണം, ദൈവം നടത്തിയ പാതകളെ ഓർക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, നിന്റെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. സ്തോത്രം. സ്തോത്രം. നമ്മെ നടത്തിയവരെ മറന്നു കളയുവാനല്ല ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ റോങ് മെസ്സേജ് അല്ല തരുന്നത്. പക്ഷേ സ്തോത്രം, നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വിടുവിച്ചത് ആരാ?
അവനാ നമ്മളെ പണിതത്, മുഖാന്തരങ്ങൾ ഒരുക്കിയത്. അവർക്ക് തന്നെ ദയ തോന്നിയതാണ്. ദൈവം ദയ തോന്നിച്ചതാ. ഹല്ലേലൂയ. കർത്താവ് പോലെ പണിയുന്നു. സ്തോത്രം. എന്ന് പറയാം, അവന്റെ മഹത്വത്തിൽ അവൻ പ്രത്യക്ഷനാക്കും. സ്തോത്രം. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ സ്തോത്രം, ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിരിക്കുന്ന വിടുതൽ ഞാൻ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു. ഇപ്പോഴവരായിരിക്കുന്ന അനുഭവം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരുടെ പരിഹാസ്യ വിഷയമാണ്. പക്ഷെ ദൈവം അവരെ പണിയുമ്പോൾ, സ്തോത്രം, ദൈവം അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഇവിടെ നാം ഇങ്ങനെ കാണുകയാണ്. സ്തോത്രം. 17-ാമത്തെ വാക്യത്തിൽ, ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. ദൈവം തന്റെ പ്രവർത്തികളെ എന്തെല്ലാം ചെയ്യുന്നുവോ, എന്തെല്ലാം പ്രവർത്തികളെ താൻ ചെയ്യുന്നുവോ, അതിന്റെ എല്ലാം പുറകിലുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തോട് അടുക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചതിന്റെ ഉദ്ദേശം എന്തുവാ? ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ഉദ്ദേശം എന്തുവാ? ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? എന്തോ? ദൈവത്തിന്റെ സ്നേഹത്തെ എവിടെയാണ് കാണുന്നത്? ഉറക്കെ പറഞ്ഞ് വേഗം പറഞ്ഞ് സമയം മുമ്പോട്ട് പോകുന്നു. കാൽവറി ക്രൂസിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ കാണുകയാ. കാൽവറി ക്രൂസിൽ നിങ്ങൾ കാണുന്ന മറ്റൊന്നും കൂടെ ഉണ്ട്. ഈ ദൈവസ്നേഹത്തിന്റെ ആകത്തുക എന്തിലേക്കാ എന്നെ നിങ്ങളെ അടുപ്പിക്കുന്നതെന്ന് അറിയാമോ? അവന്റെ വിശുദ്ധിക്ക് ഞാൻ പ്രാപ്തനല്ലാതിരുന്നപ്പോൾ അവന്റെ വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ എനിക്കുണ്ടായിരുന്ന സകല വഴികളും അസ്തമിച്ചപ്പോൾ തന്റെ സ്നേഹം എന്നെ നയിക്കുന്നത്, സ്തോത്രം, അവന്റെ വിശുദ്ധിയിലേക്കാണ്. എന്നിട്ട് അവൻ പറയുക, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. വഴിയൊരുക്കി തന്നു കാൽവറി ക്രൂശ്. അവിടെ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ വിശുദ്ധിയാണ്, അവന്റെ നീതിയെ നമ്മൾ കാണുകയാണ്. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ദൈവം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ തന്നിലേക്ക് മടങ്ങി വരണം, തന്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാ. അതാ നമ്മൾ പറയുന്ന സുവിശേഷം. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിലേക്ക് ഒരു മനുഷ്യനെ കടന്നു കയറണമെങ്കിൽ, സ്തോത്രം, വിശുദ്ധീകരണം കൂടാതെ കഴിയുകയില്ല. അതിനുള്ള വഴി ദൈവം ഒരുക്കി തന്നു. സ്തോത്രം. അതാ നാം പറയുന്ന സുവിശേഷം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ സ്നേഹത്തെ വിശുദ്ധീകരണത്തിലേക്ക് നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് വെട്ടിക്കളയേണ്ടതായിരുന്നു, പക്ഷെ വെട്ടിക്കളയാതിരുന്നത് എന്തുകൊണ്ടാ? ഈ വിശുദ്ധീകരണത്തിലേക്ക് ഞാനൊന്ന് വരാൻ ഒരു ചാൻസ് കൂടെ തന്നതാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മെ തന്നെ ദൈവങ്ങളിൽ കൊടുക്കാം. സ്തോത്രം. എന്നിട്ട് പറയുക, വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇതിനെ, സ്തോത്രം, പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കണം. നമ്മൾ വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കണം. കാശ് കരുതുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വിശ്വാസം കരുതി വെക്കണം. വിശ്വാസം കരുതി വെക്കണം. സ്തോത്രം. നമ്മൾ ജീവിക്കുന്നതിലൂടെ മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ടിടയായി തീരണം. സ്തോത്രം. ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെ ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം, വായിച്ച വേഗം വായിച്ചേ, ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ ഞാൻ വായിക്കുന്ന വാക്യങ്ങളോട് കൂടെ വായിച്ചു വേണം, മുന്നേ വായിച്ചങ്ങ് പോലെ. സ്തോത്രം. അപ്പൊ നമ്മൾ പറയുന്നൊന്നും കേൾക്കുകയല്ല. സ്തോത്രം. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. സ്തോത്രം. വരുന്ന നാളുകളിൽ നമ്മൾ മുഖാന്തരം ഇത് സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിടുവിക്കുന്ന, സ്തോത്രം, ആ അനുഭവങ്ങൾ മറ്റുള്ളവർ ദൈവത്തിലേക്ക് കടന്നു വരുന്നതിന് മുഖാന്തരമായി തീരണം. നമ്മുടെ കഷ്ടതകളിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കുന്നു. അവൻ നമ്മെ വിടുവിച്ചു കഴിയുമ്പോൾ നാം അത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി തീരണം. അതിന് തൊട്ടു മുമ്പേ പറഞ്ഞു, നാം അത് ചുറ്റുമുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യമായി ജീവിപ്പാനായിട്ട് ഇടയായി തീരണം. ജാതികൾ ദൈവസന്നിധിയിൽ കടന്നു വരണം. നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീരണം. അവസാന വാക്യങ്ങളിൽ കൂടി പോകുകയാണ്. സ്തോത്രം. 27-ാമത്തെ വാക്യം. സമയം മുമ്പോട്ട് പോയി അതുകൊണ്ടാണ്. സ്തോത്രം. നീയോ യഹോവേ എന്നേക്കും അനന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ
നിർഭയം വസിക്കും. നമ്മളൊക്കെ ഓടുന്നത് കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാ? മാനുഷികമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്തുവാ? എന്റെ മാത്രം ജീവിതം നടക്കാനായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു അറിയില്ല. നമ്മുടെ ചിന്തകൾ എന്തുവാ? നമ്മുടെ തലമുറകൾ നന്നായി. ആ ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല, ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാ അപ്പന്റെ അമ്മയുടെ സ്നേഹത്തോടൊക്കെ ദൈവസ്നേഹത്തെ തുലനം ചെയ്യാൻ കഴിയുന്നത്. അപ്പനും അമ്മയ്ക്കും ആ സ്നേഹമുണ്ട്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങള് നിർഭയരായി വസിക്കണം. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മൾ കരുതി വെക്കുന്നത് കൊണ്ടല്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ ചേർത്ത് വെക്കുന്നതൊക്കെ നാളെ ആർക്കാകുമെന്ന് അറിയത്തില്ല. നമ്മൾ ചേർത്ത് വെക്കുന്ന സമ്പാദ്യങ്ങളെ കൊണ്ടല്ല നമ്മുടെ തലമുറ നിർഭയമായിരിക്കുന്നത്. നാം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന പ്രാർത്ഥനകൾ, നാം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരുതുന്ന വിശ്വാസം, നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വിശ്വാസത്തിന് മാതൃകയാണ് ദൈവകുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. ദൈവസന്നിധിയിൽ നിർഭയമായി വസിക്കുവാനായിട്ട് കഴിയും. ഒത്തിരി ഉദാഹരണങ്ങളെ കാണിച്ചു തരാൻ പറ്റും. നല്ലൊരു ഉദാഹരണം പൗലോസ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് തിമോഥെയോസിനെ കുറിച്ച്. ഇത് ഞാൻ നിന്റെ വല്യമ്മയിൽ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ നിന്റെ അമ്മയിൽ കണ്ടിട്ടുണ്ട്, നിന്നിൽ നിശ്ചയമായി ഇതുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് അവനെ വിളിക്കുക എന്റെ പ്രിയ മകനേ. നമുക്ക് കരുതി വെക്കാനുള്ളത് ഈ വിശ്വാസം. നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ തലമുറയെ ദൈവസന്നിധിയിൽ സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ നിർഭയമായി വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. രത്നചുരുക്കമായി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിച്ച് മടുക്കുമ്പോൾ അവയെ ദൈവസന്നിധിയിൽ നാം പകരുവാനായിട്ടിടയായി തീരണം. നാം ദൈവസന്നിധിയിൽ പകരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ബലം നൽകി തരുവാനായിട്ടിടയായി തീരും. ദൈവം നമുക്ക് വേണ്ടി സ്തോത്രം സാഹചര്യങ്ങളെ ഒരുക്കുവാനായിട്ടിടയായി തീരും. ദൈവം നമ്മുടെ തകർച്ചയുടെ മധ്യത്തിൽ നിന്ന് നമ്മെ പണിതെടുക്കും, നമ്മെ ഉയർത്തിക്കൊണ്ടുവരും. സ്തോത്രം. അത് നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ടിടയായി തീരണം. ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർത്തുന്നതിന്, മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിന് നാം തയ്യാറായിരിക്കണം. സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. നമ്മുടെ തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. അവർക്ക് വേണ്ടി കരുതുവാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഈ വിശ്വാസമാണ്. നാം ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും, നാം പണിയപ്പെടും. നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുവാനായിട്ടിടയായി തീരും. നാം ഇതിനെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.